മൊറോക്കോ പോയപ്പം എല്ലാവരും പറഞ്ഞു റിയാദ് ബുക്ക് ചെയ്യണം, ഹോട്ടൽ റൂമിനേക്കാളും അടിപൊളി റിയാദാണ്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ റിയാദ് ഇക്ലിൽ എന്ന് പറഞ്ഞിട്ടൊരു റിയാദ് ബുക്ക് ചെയ്തിരുന്നു. സംഭവം ബേസിക്കലി നമ്മുടെ ഹോം സ്റ്റേ പോലത്തെ ഒരു പരിപാടിയാണ്, പക്ഷേ പ്രോപ്പർലി ഹോം അല്ല, അവരൊരു ചെറിയൊരു മിനി ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ കുറേ ഇതൊക്കെ അയച്ചു. അവരുടെ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല റിവ്യൂ 9.9 ഒക്കെ റിവ്യൂ കണ്ടിട്ട് ഞാൻ കുറച്ച് എക്സ്പെൻസീവാണ്, ഹോട്ടൽ റൂമിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ട് ഞാൻ ബുക്ക് ചെയ്ത റൂമാണ്. 2 ദിവസത്തേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 1 മണിക്കൂറോളം ആ ഏരിയ കിടന്ന് കറങ്ങി, എന്നിട്ടാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഇവരുടെ പരിസരത്തേക്ക് കാർ എത്തുകയില്ല. ഈ കാറ് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് നടന്ന് കണ്ടുപിടിക്കണം നമ്മൾ ഈ സാധനം. എന്നിട്ട് ഇത് കണ്ടുപിടിച്ച് നമ്മളവിടെ ചെന്ന് വിളിച്ചിട്ട് മുട്ടിയിട്ടൊന്നും തുറക്കണില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഞാനിവിടെ തിരിച്ചു വന്നു. എന്നിട്ട് റിവ്യൂ booking.com വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ റീച്ചബിൾ അല്ല, നെഗറ്റീവ് റിവ്യൂ ആണ് ഞാൻ ഇട്ടത്. ഞാൻ കൊടുത്തത് എനിക്ക് 3 ആണ് ഞാൻ കൊടുത്തത്. അത്ര ഭയങ്കര സംഭവമൊന്നും ആയിരുന്നില്ല. ഇത്ര ഈ 9.9 റിവ്യൂ കൊടുക്കാൻ മാത്രമുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്, യു ഗോ ടു മെൻ്റൽ ഹോസ്പിറ്റൽ, യു എന്താ മെൻ്റലി ഇൽ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് അയച്ചപ്പോൾ എന്നോട് ഒരു ഗിഫ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് രാവിലെ വീണ്ടും മെസ്സേജ് ഉണ്ട്, പുവർ ഇന്ത്യൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഇത്ര നെഗറ്റീവ് റിവ്യൂ എന്തിനാണ് തന്നെ, അതുകൊണ്ടാണ് ഞാനിത് പറയണത്, നിങ്ങൾ റേസിസ്റ്റാണ്, അതുകൊണ്ട് നമ്മളെ ഫുൾ ചീത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഒരു റിവ്യൂ പറയണത് എൻ്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, വേറൊരാൾ പറയുന്നത് അവരുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടം, പിന്നെ എനിക്ക് കിട്ടിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞതിൽ ഇവർക്ക് തീരെ പറ്റില്ല. എന്നിട്ട് ഇവർ നമുക്ക് എന്താ പറയുക റിവ്യൂ ശരിക്കും പറയുകയാണെങ്കിൽ ബേസിക്കലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.